കുളപ്പുള്ളി ഷൊർണൂർ പാതയുടെ നിർമ്മാണം പുതിയ കരാറുകാരന് നൽകാൻ PWD അംഗീകാരം നൽകി. മലപ്പുറം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അഹമ്മദ് കബീർ എന്ന വ്യക്തിക്കാണ് ദർഗാസ് അംഗീകാരം ലഭിച്ചത്. 23-നകം കരാർ ഒപ്പുവെച്ച് പ്രവൃത്തി ഏറ്റെടുക്കണമെന്നാണ് നിർദ്ദേശം. കുളപ്പുള്ളി ജംഗ്ഷൻ മുതൽ പൊതുവാൾ ജംഗ്ഷൻ വഴി ടൗണിലൂടെ MSP കവല വരെ എത്തുന്ന 3.8 കിലോമീറ്റർ ദൈർഘ്യമുള്ള പാതയുടെ പ്രവൃത്തിയാണിത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ആരംഭിച്ച പ്രവൃത്തികൾ ഏറ്റെടുത്ത കരാറുകാരൻ പാതി വഴിയിൽ ഉപേക്ഷിച്ചതോടെ പുതിയ കരാറുകാരനെ കണ്ടെത്തി. പഴയ കരാറുകാരന്റെ ഉത്തരവാദിത്വത്തിൽ തന്നെയാണ് പുതിയ കരാറുകാരന് ബില്ല് നൽകുക. ഏറ്റെടുത്ത പുതിയ കരാറുകാരനും ഇതുവരെ കരാർ ഒപ്പിട്ട് പ്രവൃത്തികൾ ഏറ്റെടുക്കാത്തതിലും PWD അധികൃതർക്ക് ആശങ്കയുണ്ട്. മഴ പെയ്തതോടെ നവീകരണ പ്രവൃത്തികളുടെ തോത് വർദ്ധിച്ചതാണ് പിന്തിരിയാനിടയാക്കുന്നതെന്നാണ് സൂചന. മഴക്കാലം ആരംഭിച്ചതോടെ പാതയുടെ ഏതാണ്ട് മുഴുവൻ ഭാഗവും തകർന്നു കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ മിക്കപ്പോഴും ഈ പാതയിൽ ഗതാഗതക്കുരുക്കും പതിവാണ്. പെരിന്തൽമണ്ണ തൃശൂർ സംസ്ഥാന പാതയാണിത്. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കുള്ള പ്രധാന പാതയായതിനാൽ രോഗികളും ബുദ്ധിമുട്ടുകയാണ്. 2021-ൽ ആരംഭിച്ച പ്രവൃത്തികൾ ഏറ്റെടുത്ത കരാറുകാരനെ മാറ്റാൻ തന്നെ 4 വർഷത്തോളം എടുത്തു. 6 മാസത്തിനകം പൂർത്തിയാക്കേണ്ട പ്രവൃത്തികളാണ് 5 വർഷം കഴിയുമ്പോഴും പാതി വഴിയിൽ നിൽക്കുന്നത്. പാത തകർന്നതോടെ ബസ്സുകളും ചെറിയ വാഹനങ്ങളുമെല്ലാം വഴിയിൽ കുടുങ്ങുന്നതും പതിവാണ്. കുളപ്പുള്ളി ടെക്നിക്കൽ ഹൈസ്കൂളിന് മുൻപിലെ കുഴിയിൽ വീണ് നഗരസഭാ കൗൺസിലർമാരുടെ കാലൊടിഞ്ഞതുൾപ്പെടെ വലിയ വിവാദവുമായിരുന്നു. പാതയുടെ നിർമ്മാണ പ്രവൃത്തികൾ വൈകുന്നതിൽ ഷൊർണൂർ നഗരസഭാ അധ്യക്ഷന്റെ നേതൃത്വത്തിൽ CPM ഉൾപ്പെടെ PWD ഓഫീസിൽ പ്രതിഷേധിച്ചിരുന്നു. കോൺഗ്രസ് BJP പ്രവർത്തകരുടെ പ്രതിഷേധവും ഉണ്ടായി. എന്നാൽ ഇപ്പോഴും പ്രശ്നത്തിന് പരിഹാരം കാണാനായിട്ടില്ല. പുതിയ കരാറുകാരനും ഏറ്റെടുത്തില്ലെങ്കിൽ വീണ്ടും ദർഗാസ് ക്ഷണിക്കേണ്ടി വരും. CCN ഷൊർണൂർ.